നമ്മൾ ഒരു ട്രേഡ് എടുത്ത ശേഷം നമ്മളുടെ വ്യൂ മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവിടെ നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ മുകളിലേക്കൊരു ഓപ്ഷൻ എടുത്തു, ഒരു കോൾ ഓപ്ഷൻ എടുത്തു, അത് പോവില്ല എന്ന് തോന്നി, അത് റിവേഴ്സലാവുമെന്ന് തോന്നി. നമ്മൾ പിന്നെ അവിടെ ഒരിക്കലും ഒരു പ്രതീക്ഷ മുകളിലേക്ക് പോകുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ചിരിക്കരുത്. ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എക്സിറ്റ് ആവുക, അടുത്തൊരു സെറ്റപ്പിന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. നമ്മളവിടെ പ്രതീക്ഷ വെച്ചിട്ടിരുന്ന ഒരുപക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മളൊരിക്കലും മനസ്സിൽ വെക്കരുത്. പ്രത്യേകിച്ച് കുറഞ്ഞ എമൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, 25,000 20,000-ത്തിനൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ക്യാപിറ്റലിന്. അപ്പോൾ അവർ അവരുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തായാലും ശ്രമിച്ചിരിക്കണം. നമുക്ക് അടുത്ത ട്രേഡ് വരും, നല്ല ഒരു മൂവ്മെൻ്റൊക്കെ നമുക്ക് കിട്ടും. നമ്മളവിടെ പേഷ്യൻസോടുകൂടി ഇരിക്കണം. വലിയ എമൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർക്കൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചെന്നോർത്തോടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ റിസ്ക് എടുക്കരുത്. സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ ട്രേഡിൽ എൻ്ററായി അപ്പോൾ തന്നെ നേരെ താഴത്തേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ട്രേഡ് എടുത്ത് അടുത്തൊരു സിംഹയിൽ വെച്ച് നമുക്കത് റിവേഴ്സലാവുമെന്ന് തോന്നി, അപ്പോൾ അവിടെ എക്സിറ്റ് ആവുക കിട്ടിയ പ്രോഫിറ്റായിട്ട്. അത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷനിലും അത് തന്നെയാണ് നല്ലത്. നമുക്ക് അങ്ങനെ മാറുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു മൂവ്മെൻ്റൊക്കെ കിട്ടും, ആ മൂവ്മെൻറ്റിനടുത്ത് മാറുക ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കരുത് മാർക്കറ്റിൽ. എവിടെ വെച്ച് നമുക്കൊരു റിവേഴ്സൽ കിട്ടുന്നോ അതൊരു ഹൈ ഏരിയയിലോ അല്ലെങ്കിൽ സിംഗിൾ ഹൈ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ മാറാൻ ശ്രമിക്കുക. നമ്മുടെ വ്യൂ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ല സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് എങ്ങോടെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ആവുക, അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. ഒരിക്കലും നമ്മൾ കുറഞ്ഞ ക്യാഷിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ റിസ്ക് ഒരിക്കലും എടുക്കരുത്. പൈസ എത്രയും പെട്ടെന്ന് തീരും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിനെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ട്രേഡുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾക്ക് കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറിയ കൈവിട്ട കളിയൊക്കെ കളിക്കാം. അപ്പോഴും ഓവർ ട്രേഡിലേക്ക് പോവാതെ നോക്കണം. ഓവർ ട്രേഡ് ഭയങ്കര പ്രശ്നം പിടിച്ചൊരവസ്ഥയാണ്. നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. നമ്മളെ തന്നെ സ്വയം പഴിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവർ ട്രേഡിലേക്ക് പോകാൻ നോക്കണം. നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഒരു ട്രേഡ് മിസ്സായി എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോയി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അവസ്ഥയാണ്, ഒരു മോശം അവസ്ഥയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ.